അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബത്തി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ആത്മീയത, ആത്മാവ്, മനുഷ്യൻ്റെ മനസ്സ് പോലുള്ള വിഷയങ്ങൾ എക്കാലഘട്ടത്തിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സമസ്യയായി തുടരുന്ന ഒരു കാര്യമാണ്. എന്താണ് ആത്മാവ് എന്നും എന്താണ് ആത്മീയതയെന്നും മനുഷ്യനുള്ള കാലത്തോളം തന്നെ പഴക്കമുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു കാരണം മനുഷ്യൻ കേവലമായ ഒരു ഭൗതിക പദാർത്ഥം അല്ല, അതുമാത്രമല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ കുറച്ച് കാലം മുമ്പൊക്കെ നിരീശ്വരവാദികൾ എന്ന ഒരു വിഭാഗം ഭൗതികമായ പദാർത്ഥങ്ങൾക്കപ്പുറത്തായി യാതൊന്നുമില്ലെന്നും അതിനപ്പുറത്ത് യാതൊരു യാഥാർത്ഥ്യവുമില്ലെന്നും ആത്മാവ്, മനസ്സ് എന്നൊക്കെ പറയുന്നത് ഭൗതിക പദാർത്ഥങ്ങളുടെ കേവലം റിയാക്ഷനുകൾ മാത്രമാണ് എന്നും ഇവിടെ സംസാരിച്ച് നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മീയതയെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. മനുഷ്യ മനസ്സിനെക്കുറിച്ച് അതിനപ്പുറത്തേക്ക് ഭൗതികേതരമായി സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെയുള്ള ഭൗതികവാദികൾ, നിരീശ്വരവാദികൾ പ്രസംഗിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ മതം വേണ്ട, അതേപോലെ തന്നെ ദൈവമില്ല എന്ന് പറയുന്നവർക്ക് പോലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആത്മീയത വേണമെന്ന് തോന്നിത്തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ഭൗതികേതരമായി യാതൊന്നുമില്ല, ആത്മാവില്ല, ആത്മീയത വേണ്ട എന്നു പറഞ്ഞു നടന്നിരുന്ന മതരഹിത ജീവിതം നയിക്കുന്ന ആളുകൾ പോലും ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുന്നു, ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുന്നു, ആത്മീയതയുടെ ശരിയായ വഴി ഏത് എന്ന് ആലോചിക്കുന്നു, അതിലേക്കുള്ള വഴികളെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ പ്രസക്തിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നാം സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ കേവല ഭൗതിക പദാർത്ഥമല്ല, അവനൊരാത്മാവുണ്ട്, റൂഹുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ ആത്മാവില്ലെങ്കിൽ മനുഷ്യന് ഫ്രീ വിൽ ഉണ്ടാവുകയില്ല. നമ്മളെല്ലാവരും ഒരു കീ കൊടുത്തുവിട്ട ഒരു റോബോട്ടിനെ പോലെയല്ല. നമുക്കെല്ലാവർക്കും ചിന്തിക്കാൻ കഴിവുണ്ട്, സ്വതന്ത്രമായ ഇച്ഛയുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കേവല ഭൗതിക പദാർത്ഥങ്ങൾ മാത്രമായിരുന്നു നമ്മളെങ്കിൽ നമുക്ക് സ്വതന്ത്ര ഇച്ഛയുണ്ടാവുക സാധ്യമല്ല. എന്ന് വെച്ചാൽ നമുക്ക് റൂഹുണ്ട് അഥവാ ആത്മാവുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ഭൗതികേതരമായി എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ ഈ ആത്മാവുണ്ട് എങ്കിൽ ആ ആത്മാവിന്റെ ദാഹത്തെ എങ്ങനെയാണ് തീർക്കുക എന്ന അന്വേഷണമാണ് ആത്മീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ വരുന്നത്. എങ്ങനെയാണ് ഈ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കുക? അങ്ങനെ ഒരു ജീവിതം എങ്ങനെയാണ് സാധ്യമാവുക? അതിന് കേവല ഭൗതികവാദത്തിന് അതിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും ഇന്ന് നമ്മൾ കാണുന്ന വലിയൊരു വൈരുദ്ധ്യം എന്താന്ന് ചോദിച്ചാൽ, നിരീശ്വരവാദികൾ പോലും സ്പിരിച്വാലിറ്റി സംസാരിക്കുന്നു. ഞാനിത് വെറുതെ പറയുന്നതല്ല. 4 ഹോഴ്സ്മെൻ ഓഫ് ന്യൂ എത്തീസം എന്ന് പറയുന്ന നവനാസ്തികതയുടെ കുതിരപ്പടയാളികൾ എന്ന് ലോകത്തറിയപ്പെടുന്ന ചില ആളുകളുണ്ട്. റിച്ചാർഡ് ഡോക്കിൻസ്, സാം ഹാരിസ് ഒക്കെ പോലെയുള്ള ആളുകൾ. അതിൽ ആ കുതിരപ്പടയാളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് സാം ഹാരിസ്. അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റുകൾ ഇപ്പം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നത് അതിൽ സംസാരിക്കുന്നത് ഒരു ഭൗതികവാദ സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ്, ഒരു എത്തീസ്റ്റിക് സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ്. ആരായി സംസാരിക്കുന്നത്? സ്പിരിച്വൽ എന്ന് പറയുന്നൊന്നുമില്ല, കേവല ഭൗതിക പദാർത്ഥങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ ഇപ്പൊ പോഡ്കാസ്റ്റ് നടത്തിക്കൊണ്ട് ചർച്ച ചെയ്യാണെന്ത്, എങ്ങനെ സ്പിരിച്വാലിറ്റിയെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും, എങ്ങനെ ആത്മാവിന്റെ ദാഹത്തെ തീർക്കാൻ സാധിക്കും എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇസ്ലാമിന് പറയാനുള്ളത്, ദൈവത്തിന് പറയാനുള്ളത്, ആത്മാവുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്, ഭൗതികേതരമായി പലതും ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ എന്താണ് യഥാർത്ഥ ആത്മീയത, ആ ആത്മാവിന്റെ ദാഹത്തെ എങ്ങനെയാണ് തീർക്കാൻ സാധിക്കുക എന്ന് പരിമിതമായ ബുദ്ധിയും യുക്തിയും വെച്ച് മനുഷ്യൻ ആലോചിക്കാൻ നിന്നാൽ പലതരം സിദ്ധാന്തങ്ങളിലേക്ക്, അതുപോലെ തന്നെ ആലോചനകളിലേക്ക്, എങ്ങും എത്തിപ്പെടാൻ പറ്റാത്ത രൂപത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് പോവുക മാത്രമാണ് ഉണ്ടാവുക. മറിച്ച് ആ ആത്മീയതയെക്കുറിച്ച് പറഞ്ഞു തരേണ്ടത്, ആ ആത്മാവിന്റെ ദാഹത്തെ എങ്ങനെ തീർക്കണമെന്ന് പറഞ്ഞു തരേണ്ടത് ആ ആത്മാവിനെ, റൂഹിനെ പടച്ചവനാണ്. ആത്മീയത ഇന്നെല്ലാവരും ആത്മീയതയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു. അതിൻ്റെ യഥാർത്ഥ മെത്തേഡ്, അതിൻ്റെ യഥാർത്ഥ റൂട്ട് പറഞ്ഞു തരേണ്ടത് ആ റൂഹിനെ പടച്ച
പടച്ചവനാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഭൗതിക പദാർത്ഥങ്ങൾ നമുക്ക് കുറേയൊക്കെ പരീക്ഷിച്ച് അറിയാൻ പറ്റും, സയൻസിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് പോലും ഭൗതിക പദാർത്ഥങ്ങളെക്കുറിച്ചും അതിലുള്ള പ്രക്രിയകളെക്കുറിച്ചൊക്കെ എത്രമാത്രം തർക്കങ്ങളും അതുപോലെ തന്നെ എത്രമാത്രം അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് നമുക്കിടയിൽ. എങ്കിൽ നമുക്ക് നേരിട്ട് പരീക്ഷിച്ച് നിരീക്ഷിച്ചറിയാൻ പറ്റാത്ത ആത്മാവിനെ കുറിച്ച് നമ്മളെല്ലാവരും ഓരോരുത്തരും ചിന്തിച്ച് ഓരോ സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ ആലോചനകളും ഉണ്ടാക്കിയാൽ അതൊരിക്കലും എവിടെയും എത്തിപ്പെടില്ല. പലപ്പോഴും അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആത്മാവിനെ വിശദീകരിക്കാൻ മനുഷ്യൻ അവൻ്റെതായ വഴികൾ തേടിയാൽ അത് അവസാനിക്കുന്നത് ആത്മീയ ചൂഷണത്തിലേക്കാണ്. കാരണം ഈ ആത്മാവിൻ്റെ ക്വസ്റ്റ്യൻ അത് ആൻസർ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നത് മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടമാണ്. ആ ഒരു വോയിഡ് അവിടെയുണ്ട്. മനുഷ്യന്റെ മനസ്സിന്റെ ആ തേട്ടം, ആത്മീയതയെക്കുറിച്ചുള്ള ആ അന്വേഷണം, ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. ആ ഗ്യാപ്പ് കൃത്യമായി ഫില്ല് ചെയ്തില്ലെങ്കിൽ അവിടേക്ക് പിന്നീട് വരുന്നത് ആത്മീയ ചൂഷണങ്ങളുടെ വലിയൊരു വഴിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആത്മീയതയെക്കുറിച്ചുള്ള അന്വേഷണം ആത്മാവിനെ പടച്ചവൻ ആയിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. പടച്ച തമ്പുരാൻ, റൂഹിനെ പടച്ച റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് യഥാർത്ഥ വഴിയെന്ന്. ആ വഴിയിലൂടെ പോവുക, ആ വഴിയിലൂടെ നമ്മുടെ അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. ആ റൂട്ട് നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ, ആ മെത്തേഡ് നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ, നമ്മൾ പിന്നീട് ഒരുപക്ഷെ പലതരത്തിലുള്ള വ്യതിയാനങ്ങളിലേക്കും എങ്ങും എത്തിപ്പെടാൻ പറ്റാത്ത രൂപത്തിലുള്ള അവസ്ഥകളിലേക്കും ആയിരിക്കും ചെന്നെത്തുക എന്നുള്ളതാണ്. അവിടെയാണ് എന്താണ് യഥാർത്ഥ ആത്മീയത. റൂഹിനെ പടച്ച, ആത്മാവിനെ പടച്ച പടച്ചവന് ആ നമ്മുടെ ശരീരവും മനസ്സും സമർപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത. നമ്മളെ പടച്ച, നമുക്ക് നല്ലതെന്താണെന്ന്, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളുടെയും പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് പരിപൂർണമായി അറിയുന്ന പടച്ച തമ്പുരാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന്, എന്താണ് ചെയ്യാൻ പാടുള്ളത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന്. ആ പടച്ച തമ്പുരാൻ അത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിന് സമർപ്പിക്കുക, സർവം പടച്ചവനിൽ സമർപ്പിക്കുക എന്നതാണ് ആത്മീയതയുടെ റൂട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആത്മീയതയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ ഇഷ്കിനെ കുറിച്ച്, ഹുബിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുക, അല്ലെ? പടച്ചവനോടുള്ള ഇഷ്ടം, പടച്ചവനെ ലയിച്ചു തരിക. അവിടെയാണ് വിശുദ്ധ ഖുർആൻ റൂഹിനെ പടച്ച തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്കുണ്ടോ, പടച്ചവനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ എങ്കിൽ എന്താണ് ആ ആത്മീയതയുടെ വഴി? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ പടച്ചവനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പടച്ചവനോട് ഇഷ്കുണ്ടല്ലേ, പടച്ചവനോട് ഹുബുണ്ടല്ലേ, എങ്കിൽ ആ ഇഷ്കിന്റെ വഴി എന്താണ്? ആ ആത്മീയതയുടെ വഴി എന്താണ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, ശരിക്കും നിങ്ങൾക്ക് ഇഷ്കുണ്ടെങ്കിൽ, ശരിക്കും നിങ്ങൾക്ക് പടച്ചവനോട് സ്നേഹമുണ്ടെങ്കിൽ, ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, പടച്ച തമ്പുരാന്റെ ദൂതനെ നിങ്ങൾ ഇത്തിബാ ചെയ്യുക. എന്താണ് ആ ഇത്തിബാ എന്ന് പറഞ്ഞാൽ? പടച്ചവനിൽ സർവം സമർപ്പിക്കുക. പടച്ചവൻ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് കൊണ്ടുവരില്ല. പടച്ചവൻ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പരമാവധി ശ്രമിക്കും എന്നതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയതയുടെ വഴി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പരിമിതികളുണ്ടെന്നും ആ വിനയത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ആ പരിമിതികളൊന്നുമില്ലാത്ത എല്ലാം അറിയുന്ന അൽ അലീമായ പടച്ചവൻ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ സമർപ്പിക്കുക. അതേത് മേഖലയിലാകട്ടെ, നമ്മുടെ സാമ്പത്തിക രംഗത്താകട്ടെ, നമ്മുടെ സാമൂഹിക ഇടപെടലുകളുടെ വിഷയത്തിലാകട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, വസ്ത്രധാരണത്തിന്റെ വിഷയത്തിലാകട്ടെ, ഏതേതു മേഖലയിലും ആത്മാവിനെ പടച്ച, റൂഹിനെ പടച്ച അൽ അലീമായ പടച്ചവൻ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആ പാടില്ല എന്നതിൽ സമർപ്പിക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത. നമുക്കിഷ്ടമുള്ള പലതും പടച്ച തമ്പുരാൻ വിരോധിച്ചിട്ടുണ്ടാകാം. നമുക്കിഷ്ടമില്ലാത്ത പലതും പടച്ചവൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകാം. അവിടെ നമുക്ക് ഇഷ്ടവും ഇഷ്ടക്കേടും തോന്നുന്നത് നമ്മുടെ ഇച്ഛയുടെ പരിമിതിയാണെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, വഅസാ അൻ തക്റഹു ശൈഅൻ, നിങ്ങൾക്ക് പല കാര്യങ്ങളോടും അനിഷ്ടമുണ്ടാകാം, വഹുവ ഖൈറുൽ ലക്കും, ശരിക്കും നിങ്ങൾക്കത് ഖൈറായിരിക്കും. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ, നിങ്ങൾക്ക് പല കാര്യങ്ങളോടും ഇഷ്ടം തോന്നാം, വഹുവ ശർറുൽ ലക്കും, ശരിക്കും നിങ്ങൾക്കത് ഷർറായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, റൂഹിനെ പടച്ച പടച്ചോനാണ് എല്ലാം അറിയുന്നവൻ. ആ എല്ലാം അറിയുന്ന പടച്ചവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പടച്ചവൻ സ്ത്രീകളോട് തലമറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ തലമറക്കണമെന്ന് പറഞ്ഞത് റൂഹിനെ പടച്ച അൽ അലീമായ പടച്ചോനാണ്. ആ പടച്ചോനോട് ഇഷ്കുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഫത്തബിഊനി, അത്
അനുസരിക്കുക. ആ റൂഹിനെ പടച്ച പടച്ചവൻ, അൽ അലീമായ പടച്ചവൻ പുരുഷനോട് നിര്യാണിക്കതായ വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഇഷ്കിന്റെ ഭാഗം? ആ നിര്യാണിക്കതായ വസ്ത്രം ധരിക്കാതിരിക്കുക. ആ റൂഹിനെ പടച്ച പടച്ചവൻ ഏതെങ്കിലും കൽപ്പനകൾ പടച്ചവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഷ്കുണ്ടെങ്കിൽ, പടച്ചവനോട് ഇഷ്കുണ്ടെങ്കിൽ പിന്നെ കഞ്ചാവടിച്ച് നടക്കല്ല ചെയ്യുക. മറിച്ച് റൂഹിനെ പടച്ച പടച്ചവൻ പറഞ്ഞിരിക്കുന്നു, ഒരു ലഹരിയുമായി നിങ്ങൾ ബന്ധപ്പെടാനേ പാടില്ല, എങ്കിൽ ലഹരി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരില്ല എന്ന് തീരുമാനിക്കലാണ് ഹുബ്. അതാണ് പടച്ചവനോടുള്ള ഇഷ്ക് എന്ന് പറയുന്നത്. ആ ഇഷ്കിന്റെ ഭാഗമാകാൻ, ആ പടച്ചവനിൽ സമർപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന അങ്ങേയറ്റത്തെ ഒരു അനുഭൂതിയുണ്ട്. അത് ഏതെങ്കിലും കേവലമായ നൈമിഷികമായ ഏതെങ്കിലും ഡാൻസ് കളിക്കുന്നതിലൂടെയോ പാട്ട് കേൾക്കുന്നതിലൂടെയോ കിട്ടുന്നത് പോലെയുള്ള നൈമിഷിക അനുഭൂതിയല്ല, മറിച്ച് ജീവിതാവസാനം വരേക്കും നിലനിർത്താൻ സാധിക്കുന്ന ഒരു അനുഭൂതിയാണ്. അതിനെയാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുക. ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിക സ്പിരിച്വൽ ട്രഡീഷനിൽ ശുക്രിനെ കുറിച്ച് പറയുന്നുണ്ട്, തവക്കുലിനെ കുറിച്ച് പറയുന്നുണ്ട്, സുഹൂദിനെ കുറിച്ച് പറയുന്നുണ്ട്, മഹബത്തിനെ കുറിച്ചും തൗബയെ കുറിച്ചും സബറിനെ കുറിച്ചുമെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കൂടിച്ചേരുമ്പോൾ നമുക്ക് അങ്ങേയറ്റത് അനുഭൂതിയോടുകൂടി പടച്ച റബ്ബിൽ ഇഷ്കോടുകൂടി, പടച്ചവനോടുള്ള ഹുബ്ബോടുകൂടി നമുക്ക് റബ്ബിൽ സമർപ്പിക്കാൻ സാധിക്കും. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്ന് പറയുന്നത്. ആ ആത്മീയതയെ ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും, ആ അനുഭൂതി ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ആത്മീയ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇനിയൊരു തുറന്ന ചർച്ചയുടെ ഒരു വേദിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രണ്ടു ഭാഗത്തും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള, അഭിപ്രായങ്ങൾ പറയാനുള്ള, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള മൈക്ക് അവൈലബിൾ ആണ്. അതിലേക്ക് പിന്നെ ചോദ്യങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഉള്ള ആളുകൾക്ക് മുന്നോട്ട് കടന്നു വരാകുന്നതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത് സൂഫിസവുമായി ബന്ധപ്പെട്ടൊരു സംശയമാണ്. അപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ നമുക്കറിയാവുന്ന ഇമാം ഗസ്സാലി, അതുപോലെ ഇമാം ഹസനുൽ ബസ്രി, ഇവരുടെയൊക്കെ ചില കൃതികൾ നമുക്ക് വായിക്കുമ്പോൾ ഒരു സൂഫിസത്തിൻ്റെ പോലെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ കഴിയും. അപ്പോൾ അത് ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ? ഇസ്ലാമിൽ അങ്ങനെയുള്ള ഒരു സൂഫിസത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്നാണ് സംശയം. ഇസ്ലാമിലെ സൂഫിസം അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ എന്താണ് സൂഫിസത്തെ പറ്റിയുള്ള വീക്ഷണം എന്നുള്ളത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള, അതിനെ എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത് എന്ന വിഷയത്തിൽ പോലും തെറ്റിദ്ധാരണകൾ നമ്മളുടെ ഇടയിൽ നടക്കുന്നുണ്ട്, പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് മുസ്ലിങ്ങൾ എല്ലാവരും, കേരളത്തിലെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും അടുത്തിടെ വളരെ ഉത്ബുദ്ധരായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിലെ മുസ്ലിങ്ങളാകട്ടെ പുറത്തുള്ള മുസ്ലിങ്ങളാകട്ടെ സൂഫിസത്തെ നിരൂപണം ചെയ്യുമ്പോൾ ഇവിടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇമാം ഗസ്സാലിയെ പോലെയുള്ള, ഹസനുൽ ബസ്രിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെയൊക്കെ നിലപാടുകളിലോ അവരുടെ ജീവിത ശൈലികളിലോ ഒക്കെ വന്നിട്ടുള്ള സൂഫികളെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ വിരക്തിയിൽ അധിഷ്ഠിതമായ സൂഫിസത്തെ സൂചിപ്പിക്കുന്ന പ്രവണതകൾ അവരുടെ ഗ്രന്ഥങ്ങളിലോ അവരുടെ ജീവിത ശൈലികളിലോ ഒക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന തെറ്റിദ്ധാരണക്കപ്പുറമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ചർച്ച എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും അത്തരമൊരു സൂഫിസത്തെ പറ്റിയല്ല ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂഫിസം എന്ന് പറയുന്നതിനെ ചർച്ച ചെയ്ത, സൂഫിയ എന്ന് പറയുന്ന അവാന്തര വിഭാഗത്തെ ചർച്ച ചെയ്ത സമയത്തൊക്കെ തന്നെയും അത് അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദിയുടെ അൽ ഫറഖ് ബൈൻ അൽ ഫിറഖ്, ഷഹ്റസ്ഥാനിയുടെ മിലൽ വൻ നിഹൽ, അതുപോലെ ഇബ്നു ഹസം എന്ന് പറയുന്ന പണ്ഡിതൻ്റെ അൽ മിലൽ വൽ അഹ്വാ ഇവൻ നിഹൽ, അബുൽ ഫറജ് ഇബ്നുൽ ജൗസിയുടെ തൽബീസ് ഇബ്ലീസ് പോലെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ സൂഫിയത്തിനെ ചർച്ച ചെയ്തതുണ്ട്. അവിടെ അവർ പ്രത്യേകം സൂചിപ്പിച്ച, നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. സൂഫിസം എന്ന് പറയുമ്പോൾ ഈ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്ന് വന്നിട്ടുള്ള വിരക്തിയിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ വിരക്തിയിൽ അമിതത്വം വന്നു പോയിട്ടുള്ളതായ സൂഫിസത്തെ പറ്റിയല്ല യഥാർത്ഥത്തിൽ അവർ കക്ഷി തിരിച്ചുകൊണ്ട് ഇസ്ലാമിലെ അവാന്തര വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യുന്നത് അവരെ പറ്റിയേ അല്ല. നേരെ മറിച്ച്
ഉദാഹരണത്തിന് ഇമാം ഇബ്നുൽ ജൗസി, ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ തന്നെയും കേരളത്തിൽ മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന, സുന്നിയാകട്ടെ, മുജാഹിദാകട്ടെ, ജമാഅത്തെ ഇസ്ലാമിക്കാരാകട്ടെ, സലഫികളാകട്ടെ, സലഫികളല്ലാത്ത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോട് ചേർന്നിട്ടുള്ള എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ തന്നെയും പറഞ്ഞിട്ടുള്ള കാര്യം ഇബ്നുൽ ജൗസി ആവർത്തിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഇല്ലാന്ന സൂഫിയ ഇൻഫറദു അനി സുഹാദി ബി സിഫാത്തി വ അഹ്വാൽ വ തറസ്സമു ബി സിമാത്ത് ഫഹ്തജ്ന ഇല ഇഫ്രാദിഹിം ബി ദിക്ർ. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സൂഫിസം എന്ന് പറയുന്നത്, സൂഫിയത്ത് എന്ന് പറയുന്നത് വിരക്തിയും അതിലെ അമിതത്വവും, അതിൽ യഥാർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിച്ച പാത എന്താണെന്നും അവിടെ ഇസ്ലാം പറഞ്ഞ മിതത്വം എന്താണെന്നും ഒക്കെയുള്ള ചർച്ചയേ അല്ല നമ്മളിവിടെ ചെയ്യുന്നത്. നേരെ മറിച്ച് സൂഫിസം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രത്യേകം ഒരു ത്വരീഖത്ത് സ്വീകരിക്കുകയും ഇസ്ലാമിക ശരീഅത്തിനെ തന്നെ അസാധുവാക്കുന്ന രൂപത്തിലേക്ക് ആദർശം കടന്നു പോവുകയും ഇസ്ലാമിലെ അഖീദ ഏതൊരു മുസ്ലിമോ, അത് സംഘടനാ വ്യത്യാസമില്ലാതെ, പ്രത്യേകിച്ചും കേരളത്തിലുള്ള സുന്നിയാകട്ടെ, മുജാഹിദാവട്ടെ, ജമാഅത്തെ ഇസ്ലാമിക്കാരനാകട്ടെ, അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങൾ നിഷേധിക്കുന്ന, പ്രമാണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മതത്തെ സ്വീകരിക്കേണ്ടത് എന്നുള്ള ആ ത്വരീഖത്തു തലക്കി, എങ്ങനെയാണ് മത നിയമങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നതിനെ നിഷേധിക്കുന്ന, ശരീഅത്തിനെ നിഷേധിക്കുന്ന, മതനിയമങ്ങളെ തന്നെ മുച്ചൂടെ നിഷേധിക്കുന്ന ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഉള്ളിൽ അവിശ്വാസവും പുറമെ കാണുമ്പോൾ സൂഫിയാണെന്ന് തോന്നുന്ന രൂപത്തിലും നടക്കുന്ന ആളുകളെ അന്നത്തെ പണ്ഡിതന്മാർ, അഥവാ ഇന്ന് എല്ലാ സംഘടനകളും, കേരളത്തിലെ എല്ലാ സംഘടനകളും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ തന്നെ വിളിച്ചത് സിന്ദീഖ് എന്നാണ്. അവരൊരിക്കലും മതത്തിൻ്റെ ഉള്ളിലല്ല എന്ന് വളരെ ശക്തിയുക്തം പ്രഖ്യാപിച്ചിട്ടുള്ള പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് ഇബ്നുൽ ജൗസി. ആ ഇബ്നുൽ ജൗസി പറയുന്നത്, അവർ ഈ സൂഫിസം എന്ന് പറയുന്നത് പല പേരുകളിലേക്കും പല ആശയങ്ങളിലേക്കും ചേർക്കപ്പെടാറുണ്ട്. സൂഫ് എന്ന് പറഞ്ഞാൽ കമ്പിളിയാണ്, അത് വിരക്തിയുടെ അടയാളാണ്, അതിലേക്ക് ചേർത്തിയിട്ടാണ് സൂഫി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സൂഫിയ എന്ന് പറയുന്ന, അഹ്ലുസുഫ എന്ന് പറയുന്ന പള്ളിയുടെ തിണ്ണയിൽ, നബിയുടെ പള്ളിയുടെ തിണ്ണയിൽ കിടന്നിരുന്ന വിരക്തന്മാർ, അവരിലേക്ക് ചേർത്തിയിട്ടാണ്. ഈ ചർച്ചകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇബ്നുൽ ജൗസി പറയുന്നത് ഈ സൂഫിയ എന്ന് പറയുന്നത് ഇതിലേക്കൊന്നും ചേരുന്നതല്ല. നമ്മളറിയപ്പെട്ട, നമ്മൾ ചർച്ച ചെയ്യുന്ന, നമ്മൾ വിചാരിച്ചിരിക്കുന്ന സൂഫിയത്തെയല്ല യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന സൂഫിസവും തസവുഫും എന്നുള്ളത് പ്രത്യേകം അദ്ദേഹം പറയുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ജാഹിലിയ കാലത്തുണ്ടായിരുന്ന സൂഫിയ എന്ന് പറയുന്ന ഒരു കബീലയിലേക്ക്, ഒരു ഗോത്രത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് സൂഫിസം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. അതിന് കാരണം പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, കാരണം ഇസ്ലാമിൻ്റെ ഭാഗമേ അല്ല, ജാഹിലിയത്തിൽ നിന്നാണ് ഈ സൂഫിസം കടന്നു വരുന്നത് എന്നതുകൊണ്ടാണ് എന്ന് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ സൂഫിയ എന്ന് പറയുന്നത് സോഫിസ്റ്റ് ഫിലോസഫർമാരിലേക്ക് ചേർത്തിയിട്ടാണ് ഈ സൂഫിയ ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം ഗ്രീക്ക്, പേർഷ്യൻ ഫിലോസഫി, ഇന്ത്യൻ ഫിലോസഫി, ഇതിൽ നിന്നൊക്കെ എടുത്ത മിസ്റ്റിസിസം കുഴച്ചുകൊണ്ടുണ്ടാക്കിയ സോഫിസ്റ്റുകൾ, ആ സോഫിസ്റ്റുകളുടെ ആശയവും കൂടി എടുത്ത് കുഴച്ചുണ്ടാക്കിയ സൂഫിയത്തിനെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, നിരൂപണം ചെയ്യുന്നത് എന്ന് ഈ പണ്ഡിതന്മാരൊക്കെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ വിമർശിക്കുന്നതോ നമ്മളിവിടെ നിരൂപണം ചെയ്യുന്നതോ യഥാർത്ഥത്തിൽ സലഫികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു നിരൂപണമല്ല. നേരെ മറിച്ച് ലോകത്തേതൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുസ്ലിം സംഘടനകൾ, മുസ്ലിം സംഘങ്ങളുണ്ടോ, അത് കേരളത്തിൽ പ്രത്യേകിച്ചും സുന്നി, മുജാഹിദ്, ജമാഅത്ത് പോലെയുള്ള സംഘടനകളൊക്കെ തന്നെയും ഒരുപോലെ എതിർക്കുന്ന സൂഫിസത്തെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ആ സൂഫിസം എന്താണ്? ആ സൂഫിസം യഥാർത്ഥത്തിൽ ശരീഅത്ത് നിഷേധമാണ്. മദ്രസത്തുൽ ഇബാഹ എന്ന് പറയുന്ന എന്തും, ഏത് ധാർമ്മികതയും, നന്മയും തിന്മയും എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തീരുമാനിക്കുന്നതാണ്. അതൊരിക്കലും ഒബ്ജക്റ്റീവായിക്കൊണ്ട് ഒരു ഗ്രന്ഥത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആദർശത്തിൽ നിന്നോ എടുക്കേണ്ടതല്ല എന്നുള്ള സോഫിസ്റ്റുകളുടെ ഈ ഗ്രീക്ക് BC 500 ഉണ്ടായിരുന്ന സോഫിസ്റ്റുകളുടെ ആശയത്തെ ആത്മീയവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിച്ച ആ സൂഫിസത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എതിർക്കുന്നതും നമ്മൾ ചർച്ച ചെയ്യുന്നു. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഭാഗമേ അല്ല. ഇസ്ലാമിൻ്റെ അയലത്ത് പോലും, അതിൻ്റെ നിഴലിൽ പോലും കെടുക്കാൻ അർഹതയില്ലാത്ത സൂഫിസമാണ് ഇത് എന്ന് സൂഫികൾ തന്നെ, കേരളത്തിലെ തന്നെ സൂഫികൾ പറഞ്ഞ പ്രഭാഷണങ്ങളും ഫത്വകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സൂഫിസമാണ് ഇന്ന് പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ശരീഅത്ത് നിഷേധം എന്ന് പറയുന്ന സൂഫിസം. ജലാലുദ്ദീൻ റൂമി പറഞ്ഞതുപോലെ, എവിടെയാണോ നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും ഒക്കെ ഉള്ളത്, അതിനപ്പുറത്തേക്ക് കടന്നാൽ അവിടെ വെച്ച് നമുക്ക് സന്ധിക്കാം
എന്ന് പറഞ്ഞ ആ സൂഫിസത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. കംപ്ലീറ്റ് ഡെമോളിഷൻ ഓഫ് ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറയുന്നതിന് വസ്തുനിഷ്ഠമായ ഒരു അടിത്തറയുമില്ല എന്ന് പ്രഖ്യാപിച്ച സൂഫിസം, കള്ളും കഞ്ചാവും വ്യഭിചാരവും സ്വർഗരതിയും എന്തിനേറെ മൃഗരതി പോലും ന്യായീകരിച്ച സൂഫിസം, ആ സൂഫിസത്തിന് യാതൊരു മുസ്ലിം എന്ന് മാത്രമല്ല ഒരു മതക്കാരന് പോലും സ്വീകരിക്കാൻ കഴിയാത്ത സൂഫിസം, ആ സൂഫിസമാണ് നമ്മളുടെ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സൂഫികൾ തന്നെയായിട്ടുള്ള നബ്ഹാനി എന്ന് പറയുന്ന ഒരു സൂഫി, അദ്ദേഹത്തിന് ജാമിയു കറാമാത്തിൽ ഔലിയ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ ഷഹറാനി എന്ന് പറയുന്ന മറ്റൊരു സൂഫി ഗ്രന്ഥകാരൻ, അദ്ദേഹത്തിൻ്റെ തൊബക്കാത്തുൽ കുബ്ര, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെയും ഈ സൂഫിസം, ശരീഅത്തില്ലാത്ത സൂഫിസം, ഇസ്ലാമിന് പുറത്തായ സൂഫിസം, ഒരു സംഘടനക്കാരും അംഗീകരിക്കാത്ത, സംഘടനാഭേദമന്യേ എല്ലാവരും എതിർക്കുന്ന സൂഫിസം, അതിൻ്റെ ഉദാഹരണങ്ങൾ യഥാർത്ഥത്തിൽ ഈ സൂഫികൾ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. സൂഫികളുടെ ഷേഖുമാരുടെ കറാമത്ത് സൂചിപ്പിക്കുന്ന കൂട്ടത്തിൽ പറയുന്നതൊക്കെ തന്നെയും യഥാർത്ഥത്തിൽ ലിബറൽ എത്തിക്സ് ആണ്. അതൊരിക്കലും ഇസ്ലാമിക് എത്തിക്സ് എന്ന് പറയാൻ, അതിനപ്പുറം റിലീജിയസ് എത്തിക്സ് എന്ന് പോലും പറയാൻ പറ്റാത്ത ലിബറൽ എത്തിക്സ് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ ഷെയ്ഖുമാരിൽ ഇത്തരം ബാത്തിനിയ സൂഫിമാരിൽ കാണുന്നത്. ഉദാഹരണത്തിന് ഷെയ്ഖ് ഷഹബാൻ അൽ മജ്ദൂം എന്ന് പറയുന്ന ഒരു ഷെയ്ഖ്, ആ ഷെയ്ഖിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട് അദ്ദേഹം പുതിയ സൂറത്തുകൾ ഓതുമായിരുന്നു എന്നാണ്. പുതിയ സൂറത്തുകൾ, ഖുർആനിൽ ഇല്ലാത്ത സൂറത്തുകൾ ഓതി, ഇത് ഖുർആനാണ്, ഇത് അള്ളാഹു എനിക്ക് വഹയ്യ് നൽകുന്നതാണ്, അള്ളാഹുവിൽ നിന്നുള്ള കശ്ഫ്, ലദുന്നിയായ ഇൽമ്, ഹദ്ദസനി നഫ്സി അൻ റബ്ബി എന്നൊക്കെയാണ് ഇവർ പ്രയോഗങ്ങൾ പ്രയോഗിക്കുക. എൻ്റെ മനസ്സ് ദൈവത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഖുർആനിലെ സൂറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് പോലും പുതുതായി ഉണ്ടാക്കുകയും അത് ഓതുകയും ചെയ്യുന്ന ഈ ഒരു നിലപാട് യഥാർത്ഥത്തിൽ ഹസൻ ബസരിയുടെയോ ഇമാം ഗസാലിയുടെയോ പോലെയുള്ള വിരക്തിയിലധിഷ്ഠിതമായ സൂഫിസത്തിൻ്റെ ഭാഗമാണോ? അല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു വേറിട്ട നിയോ സൂഫിസം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന സെക്കുലർ സൂഫിസമാണ്. മതത്തിൻ്റെയും സ്പിരിച്വാലിറ്റിയുടെയും യാതൊരു അടിത്തറയും ഇല്ലാത്ത സൂഫിസം. ഇബ്രാഹിം അൽ അരിയാൻ എന്ന് പറയുന്ന സൂഫി, ആ സൂഫി വര്യൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അരിയാൻ എന്നാണ്. അദ്ദേഹം ഒരു ന്യൂഡിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം വസ്ത്രം ധരിക്കുമായിരുന്നില്ല. മിമ്പറിൽ കയറിക്കൊണ്ട് ഖുത്ബ പറയുന്ന സമയത്ത് പോലും വസ്ത്രം ധരിക്കാതെ പ്രസംഗിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെ അദ്ദേഹത്തെ പറ്റി എഴുതി വെച്ചതാണ് ഞാൻ ഈ പറയുന്നത്. അലി അൽ വഹീഷ് എന്ന് പറയുന്ന സൂഫി, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മൃഗരതിയുടെ ആളായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഇവിടെ സലഫികൾ നിരൂപണം ചെയ്യാണ് എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമുള്ളത്? ഇത് സലഫികളുടെ ഒരു വിഷയമാണോ? ഈ ശരീഅത്ത് നിഷേധം, മൃഗരതി എന്ന് പറയുന്ന പച്ചയായ ലിബറൽ സെക്സ്, ആ സെക്സിൻ്റെ മൊറാലിറ്റി എങ്ങനെയാണ് സലഫികളുടെ നിരൂപണമായി ഒതുക്കാൻ നമുക്ക് സാധിക്കുക? ഇവിടെയുള്ള മുജാഹിദ് സംഘടനയാകട്ടെ, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയും? ഈ ഒരു മൊറാലിറ്റി, ഈ ഒരു സെക്യുലർ മൊറാലിറ്റി അല്ലെങ്കിൽ ലിബറൽ മൊറാലിറ്റി, അത് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായി കൊണ്ട് കടത്തിക്കൂട്ടുന്ന ഇത്തരം സൂഫിയത്ത്, അത് ഇവിടെ സമസ്തക്കാർക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അവരൊക്കെ ശക്തമായി എതിർത്തിട്ടുള്ള ഒരു പ്രവണതയാണിത്. ഏതൊക്കെ മനുഷ്യന്മാർ കഴുതപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പറയുമ്പോൾ ചെറിയൊരു മടിയുണ്ടെങ്കിൽ പോലും ഈ സൂഫിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നാട്ടിലേക്ക് കഴുതപ്പുറത്ത് വരുന്ന മനുഷ്യന്മാരെയൊക്കെ പിടിച്ച് നിർത്തി അവരുടെയൊക്കെ കഴുതയുമായി ബന്ധത്തിലേർപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ കറാമത്തായിക്കൊണ്ട് എഴുതുന്നത്. ഇതുപോലെയുള്ള സൂഫിസമാണ് നമ്മൾ യഥാർത്ഥത്തിൽ. ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിആന എന്ന് പറയുന്ന ഒരു സൂഫി, അദ്ദേഹവും ഈ സൂഫിസാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന സൂഫിസല്ല, ഇത് സെക്യുലർ സൂഫിസം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം പരസ്ത്രീകളുമായുള്ള ബന്ധം, സിന, വ്യഭിചാരം എന്ന് പറയുന്നത് അതൊക്കെ പുണ്യകർമ്മമാണ്. അതൊക്കെ ഭക്തിയുടെ ലഹരിയിൽ സംഭവിക്കുന്ന, മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അലിഞ്ഞു ചേരുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം. സ്ത്രീകളുമായി അദ്ദേഹം ഒരുപാട് ഇടപെട്ടിരുന്നു. അതിനെ എതിർത്ത വ്യക്തികളെ വളരെ കർക്കശമായി അദ്ദേഹം വിമർശിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, അദ്ദേഹം വിസർജിക്കുകയും ആ വിസർജ്യം, മലമൂത്ര വിസർജ്യം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എന്ത് മൊറാലിറ്റിയാണ്? ഇതൊക്കെ ഇസ്ലാമിന് എന്ത് അടിത്തറയാണുള്ളത്? ഇമാം ഗസാലിയുടെയും അതുപോലെയുള്ള പണ്ഡിതന്മാരുടെയൊക്കെ ഗ്രന്ഥം വെച്ചിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സൂഫിസമാണോ യഥാർത്ഥത്തിൽ ഈ സൂഫിസം? അപ്പോൾ ഇതൊന്നും ഞങ്ങളുടെ സൂഫികൾക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനർത്ഥം ഈ സൂഫിസത്തിൽ തന്നെ ഒരുപാട് ധാരകളായിക്കൊണ്ട് ഇങ്ങനെ അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. മറ്റൊന്ന്, ഈ ചെയ്ത സൂഫികൾ, ഇത്തരത്തിലുള്ള ലോകപ്രസിദ്ധരായ സൂഫികൾ ചെയ്ത ഈ മൃഗരതിയും അതുപോലെ തന്നെയുള്ള മൊറാലിറ്റി ഇല്ലായ്മയും ഒക്കെ, ഇതൊക്കെ തെറ്റാണ് എന്ന് തെളിയിക്കാൻ എന്താണ് അടിസ്ഥാനം? ഇത് ഖുർആനെതിരാണ്,
അല്ലെങ്കിൽ ഇത് ഹദീസിനെതിരാണ്, മലം തിന്നുക എന്നുള്ളത് പാടില്ല, അത് നജസാണ് എന്ന് പറയണമെങ്കിൽ നജസാണെന്ന് പറയുന്ന ഖുർആൻ അംഗീകരിക്കണ്ടേ? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റി അംഗീകരിക്കണ്ടേ? വസ്തുനിഷ്ഠമായ എന്തെങ്കിലും ഒരു ധാർമ്മികത കയ്യിലുണ്ടാവണ്ടേ? അപ്പോൾ ഒരു കെയോസ്, ഒരു അനാർക്കി, മൊറാലിറ്റിയുടെ ഒരു ധാർമ്മിക അനാർക്കി കെയോസ് ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സൂഫിസം ചെയ്യുന്നത്. എല്ലാ മതവും ഒന്നാണ് എന്ന് പറയുന്ന സൂഫിസം. ഇബ്നു റൂമിയെ പോലെ അന മുസ്ലിം ലാക്കിൻ നസ്രാനി വബർഹമി, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഒരേ സമയം തന്നെ ഞാൻ മുസ്ലിമുമാണ്, ഞാൻ മറ്റു മതങ്ങളിലുള്ളവനാണ് എന്നൊക്കെ എല്ലാ ആദർശത്തെയും അംഗീകരിക്കുന്ന, വൈരുദ്ധ്യമുള്ള മതങ്ങളുടെ എല്ലാ ആശയങ്ങളും ഒന്നാണെന്ന് പറയുന്ന സൂഫിസം. ഈ സൂഫിസത്തെ ഒരിക്കലും ലോകത്തുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആരും സംഘടനാ ഭേദമന്യേ അംഗീകരിച്ചിട്ടില്ല. കശ്ഫും ലദുന്നിയുമായ അറിവ് കിട്ടുന്ന, സ്വന്തമായും ദൈവത്തിൽ നിന്ന് അറിവ് കിട്ടുന്നു എന്ന് വാദിക്കുന്ന സൂഫിസം. ഹുലൂലും ഇത്തിഹാദും അദ്വൈതും വഹ്ദത്തുൽ വുജൂദുമുള്ള സൂഫിസം. ഹുലൂൽ എന്ന് പറഞ്ഞാൽ ദൈവം എന്നിൽ അവതാരനാകും, ദൈവത്തിൻ്റെ അംശം എന്നിൽ വരും, ഞാൻ ദൈവമായി മാറും, എന്നിൽ നിന്ന് മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു പ്രകൃതം വിട്ടുപോകുമെന്ന് വിശ്വസിക്കുന്ന. ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ ദൈവവുമായി ഞാൻ സന്ധിക്കുമെന്ന് വിശ്വസിക്കുന്ന, എല്ലാം ദൈവമാണ്, വഹ്ദത്തുൽ വുജൂദ്, എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദൈവമാണ് എന്ന് വാദിക്കുന്ന ശങ്കരാചാര്യരുടെ ആ വാചകം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ജഗത് മിഥ്യ ബ്രഹ്മസത്യം ജീവോ ബ്രഹ്മൈവ നാപ്പര എന്ന് പറയുന്ന, ജഗത്ത് എന്ന് പറഞ്ഞ ഒന്നില്ല, ഇവിടെ ഈ മൈക്കുമില്ല, അവിടെ പ്രസംഗിക്കുന്ന ഞാനുമില്ല, നിങ്ങൾ ആരുമില്ല, ആകെ ഉള്ളത് ദൈവമാണ്, അതല്ലാത്ത മറ്റൊന്നുമില്ല, ഞാനല്ലാത്ത എല്ലാം, ഈ ദൈവമല്ലാത്ത എല്ലാം ഇല്ലാത്തതാണ് എന്ന് വാദിക്കുന്ന ഈ ഒരു സൂഫിസം, ഇത് ആരാണ് യഥാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്? സുബ്ഹാനി, ഞാൻ പരിശുദ്ധനെന്ന് ദിക്ർ ചൊല്ലുന്ന ഹല്ലാജിൻ്റെ സൂഫിസം. അതുപോലെ തന്നെ അഹ്മദുഹു വയഹ്മദുനി, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവം എന്നെയും സ്തുതിക്കുന്നു. അടിമ രക്ഷിതാവാണ്, രക്ഷിതാവ് അടിമയുമാണ്. നായയും പന്നിയും എല്ലാം ഇലാഹല്ലാതെ മറ്റൊന്നുമല്ല. ദൈവത്തെ ആരാധിക്കുന്ന പുരോഹിതനും ദൈവം തന്നെയാണ് എന്ന് വാദിക്കുന്ന, ഇബ്നു അറബി എഴുതിയതുപോലെ വാദിക്കുന്ന സൂഫിസം. അബൂബക്കർ ശിബിലി പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ, ഒരു സൂഫി ഇങ്ങനെ കടന്നു പോകുന്നതിനിടയിൽ ഒരാൾ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ആ സൂഫി പറയാണ്, ഒരു ദൈവം മറ്റൊരു ദൈവത്തെ തിന്നു. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണവും ദൈവമാണ്, കഴിക്കുന്ന ആളും ദൈവമാണ് എന്ന് പറയുന്ന സൂഫിസം, ഈ സൂഫിസം ഒന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഭാഗമല്ല. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇവിടെ വിമർശിക്കുന്നതും ഇവിടെ എല്ലാ സംഘടനകൾ വകഭേദമന്യേ എതിർക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് സുന്നി മുജാഹിദ് വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മറ്റ് സംഘടനാപരമായ വ്യത്യാസങ്ങളോ ഒന്നും ഇതിലില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള കള്ളത്തൊരീക്കത്തുകളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഈ സൂഫിസത്തിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള ധാർമ്മികതയെ നിരാകരിക്കുന്ന ഒരുപാട് ആശയങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. കോരൂർ ത്വരീക്കത്ത്, ചോറ്റൂർ ത്വരീക്കത്ത്, ശംസിയ ത്വരീക്കത്ത്, നൂരിഷ ത്വരീക്കത്ത്, ഇതിനൊക്കെ എതിരായിക്കൊണ്ട് സമസ്തയുടെ പണ്ഡിതന്മാർ തന്നെ ഫത്വകൾ കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അവരെല്ലാവരും ആരോപിച്ചത് ഒരിക്കലും ശരീഅത്തിനെ അംഗീകരിക്കാത്ത ഒരു ത്വരീക്കത്തും ഖുർആനും ഹദീസും പ്രമാണമല്ല എന്ന് പറയുന്ന ത്വരീക്കത്ത്, എല്ലാം ദൈവമാണ് എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെയും മറ്റും ആശയങ്ങൾ കൂട്ടുപിടിക്കുന്ന ത്വരീക്കത്ത്, ഇത് യഥാർത്ഥത്തിൽ ത്വരീക്കത്തല്ല എന്നുള്ളതാണ് ഈ പണ്ഡിതന്മാരൊക്കെ തന്നെയും പറഞ്ഞത്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന സൂഫിസം. ഈ സൂഫിസം കടന്നുപോയി, ഈ സ്പിരിച്വാലിറ്റിയും കടന്ന് അതിനപ്പുറത്തേക്ക് പോയി ഒരു സെക്യുലർ സൂഫിസമായി, ഒരു എത്തീസ്റ്റിന് പോലും സൂഫിയാകാം എന്നുള്ള തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹിത്യങ്ങളിലൊക്കെ ഇപ്പോഴുള്ള സൂഫികളുടെ വാർത്താ സമ്മേളനങ്ങളിലും എഴുത്തുകളിലൊക്കെ പറയുന്നത് ഒരു എത്തീസ്റ്റ് പോലും യഥാർത്ഥത്തിൽ സൂഫിസത്തിൻ്റെ ഒരു അംശമുള്ള ആളാണ്. ഒരു എത്തീസ്റ്റ് യഥാർത്ഥത്തിൽ ഒരു പകുതി മുസ്ലിമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ദൈവം മരിച്ചു എന്ന് പറയുന്ന ഫ്രെഡറിക് നീച്ച പോലും ഒരു സൂഫിസത്തിൻ്റെ അംശമുള്ള വ്യക്തിയാണെന്നൊക്കെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൂഫിസമാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ നിരൂപണ വിധേയമാക്കുന്നത്. നിർഗുണനായ ദൈവം, ആ ദൈവത്തിന് ഒരു വിശേഷണവുമില്ല. ആ ദൈവം ഗുണപരമായ അസ്തിത്വം എങ്ങനെയാണെന്ന് അനുഭവിക്കാൻ വേണ്ടി പ്രപഞ്ചമായി വന്നു. അങ്ങനെ നമ്മളൊക്കെ ഉണ്ടായി. നമ്മളൊക്കെ ആ അനുഭവപരമായ ദൈവത്തിൻ്റെ അസ്തിത്വമാണ് എന്ന് വാദിക്കുന്നത് യഥാർത്ഥത്തിൽ എത്തീസ് അല്ലേ? നിർഗുണനായ ദൈവം എന്ന് പറഞ്ഞാൽ നത്തിങ് എന്ന് പറയുന്ന ഇല്ലായ്മ, അതാണ് ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അത് എത്തീസമാണ്, പച്ചയായ എത്തീസാണ്. ആ എത്തീസത്തിൻ്റെ ആശയങ്ങൾ പോലും സൂഫിസത്തിൻ്റെ പേരിൽ കടത്തിക്കൂട്ടാവുന്നു. അപ്പോൾ ലോറൻസ് ക്രോസിനൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ ലോകത്തിൽ കണ്ട ഏറ്റവും വലിയ എത്തീസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം എ യൂണിവേഴ്സ് ഫ്രം നത്തിങ് എന്നാണ്, പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നുള്ള പുസ്തകം. ഈ ആശയം തന്നെ
സൂഫിസമാണെന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ 2 കാരണങ്ങളാണ്. എത്തീസവും അഗ്നോസ്റ്റിക്കുമായിട്ടുള്ള ആളുകൾ അവരുടെ കൾച്ചറൽ ലിബറലിസം മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ സോഷ്യൽ മുസ്ലിം ആയിക്കൊണ്ട് സമൂഹത്തിൽ മുസ്ലിമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമവും, അതോടൊപ്പം തന്നെ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് എന്തൊക്കെ, നേരത്തെ സൂചിപ്പിച്ച പോലെ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുന്നുവോ അതൊക്കെ കിട്ടാനുള്ള കുറുക്കുവഴി അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ ഈ സൂഫിസം. ഈ സൂഫിസത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അതല്ലാതെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കാലാന്തരങ്ങളിൽ ചർച്ച ചെയ്തു പോയ വിരക്തിയുടെയും മനഃശുദ്ധിയുടെയും മാർഗമായി കൊണ്ട് അവർ ചർച്ച ചെയ്ത സൂഫിസത്തെ അല്ല എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം.